ശോഭ ഗാർമെൻറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഇലാസ്റ്റിക് ഇട്ട സ്ട്രെയിറ്റ് പാൻ്റാണ് തയ്ക്കുന്നത്. അത് അളവ് പാൻ്റാണ് ഇത് തയ്ക്കാനുള്ള തുണി. അത് നാലായിട്ട് ഞാൻ മടക്കി ഇട്ടേക്കുകയാണ്. നാലായിട്ട് മടക്കിയിട്ട് അളവ് തുണി പുറത്ത് വെച്ചേക്കുകയാണ്. ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കാണാം. ഇങ്ങനെ വെച്ചിട്ട് അളവ് പാൻറ്റ് ഇതിൻ്റെ നല്ലത് വീരം കൂടെ ഇട്ട് അളവ് പാൻറ്റ് ഇട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇത് ഇനി മുകളിലോട്ട് ഇതുണ്ടെങ്കിൽ കോണ് വരെ ഇതുപോലെ നമ്മൾ ഇങ്ങനെ വരച്ചെടുക്കും. ഇനി മുകളിലോട്ടെന്ന് പറയുമ്പം ഇതിൻ്റെ ഇലാസ്റ്റിക്കിന് ഇത്രയും ഇറക്കമാണ്. ഇടുപ്പ് വണ്ണത്തിൽ നിന്ന് നമുക്കൊരു 2 ഇഞ്ച് കൂടെ പൊക്കം ഇട്ടോണം. 2 ഇഞ്ചും കൂടെ ഇട്ടുന്നത് നമ്മൾ മടക്കി തയ്ക്കാനാണ്. ഇലാസ്റ്റിക് ഇടാനും കൂടെ മടക്കി തയ്ക്കാനാണ്. ഇതിൻ്റെ വണ്ണം നമുക്ക് ഇലാസ്റ്റിക് ഇടും. ഇത് വേപ്പെടുത്തിട്ട് വണ്ണം നമുക്ക് പിടിക്കേണ്ടത് ഇങ്ങനെ എളുത്ത് പിടിച്ചു വന്നു. ഇലാസ്റ്റിക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എളുത്ത് പിടിക്കണം. അപ്പോൾ ഇതിൻ്റെ വണ്ണം എന്ന് പറയുമ്പം 23.5 ഉണ്ട്. നമുക്ക് തയ്യൽത്തുമ്പോൾ എല്ലാം കൂടെ 25 ഇടാം. അത് ഇടുപ്പില്ല. നമുക്ക് 25 ആകുമ്പോൾ നാലായിട്ട് മടക്കിയിട്ട് 12.5 എടുക്കണം. 12.5 അടയാളപ്പെടുത്തണം. 12.5 ഇങ്ങനെ വരച്ച് ഇങ്ങനെ നമ്മൾ വളച്ച് വെച്ചേക്കണം. അതിൽ ഒട്ടിക്കണം. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇത് വെട്ടി പിന്നെ തയ്ക്കാം. നമുക്ക് കട്ട് ചെയ്യാം. കട്ടിങ് കഴിഞ്ഞു. ഇനി തച്ചെടുക്കാം. ഇനി നമുക്ക് തച്ച് തുടങ്ങാം. ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതിന് രണ്ടും കൂടെ ചേർത്ത് തയ്ക്കണം. നമുക്ക് ഉളുമ്പ് തയ്ക്കാം. ഇങ്ങനെ ഉളുമ്പെടുത്തിട്ട് എല്ലാം ഒന്ന് മടക്കി ഈ വെട്ടി വെച്ചിരുന്ന രണ്ടും കൂടെ ചേർത്ത് തച്ച് ഉളുമ്പും മടക്കി തച്ച് ഇനി അതിന് നമുക്ക് ഇങ്ങനെ വീണ്ടും ചേർത്ത് അപ്പോൾ ഇങ്ങനെ വെച്ച് നമ്മൾ ഈ കോണ് പെട്ടി വെച്ചില്ലേ, അത്
ഇതുവരെ തയ്ച്ച് വയ്ക്കും. ഇതുവരെ നമ്മൾ തയ്ച്ച് തീർക്കും. ഇനി ഇവിടെയാണ് നമുക്ക് ചേർത്ത് തയ്ക്കുന്നത്. കാലിൻ്റെ 2 കാല് ഇതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാം. തയ്ച്ചിട്ട് ബാക്കിയുള്ള അടുത്തായി നമ്മളിത് തയ്ച്ച് വെച്ചേക്കുന്നത് 2 കാലും തയ്ച്ച് വെച്ചു. രണ്ടും ഇതുവരെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടെ ചേർത്ത് തയ്ക്കാം. 2 തുമ്പും കൂടെ ഈ തയ്യൽ ആ കോണിൻ്റെ അവിടെ മുതൽ ഇങ്ങനെ 2 തുമ്പും ചേർത്ത് തയ്ക്കാം. ഇങ്ങനെ വെച്ചിട്ട് ജോയിൻ്റിൽ നിന്ന് വെച്ചെടുക്കാം. ഇനി നമുക്ക് പട്ട തയ്ക്കാം. 2 ഇഞ്ച് വീതി മടക്കി പട്ട തയ്ക്കാം. ശകലം ഓപ്പൺ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ശകലം ഓപ്പൺ ഇട്ടോളാം. ഇത്രയേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് തയ്ക്കണതും കാണിക്കാം. പിന്നെ ഇലാസ്റ്റിക് ഇട്ടിട്ട് നമുക്ക് പതിച്ച് തയ്ക്കുന്നതും കാണാം. ഇടുപ്പിലെ പട്ട തച്ച് ഇലാസ്റ്റിക് ഇടാനുള്ള ഹോൾ ഇട്ടേക്കാണ്. ഇനി ഇലാസ്റ്റിക് ഇടാം. എങ്ങനെ ഇലാസ്റ്റിക് ഇടണമെന്ന് കാണിച്ചു തരാം. ഇലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞ് മൊത്തം ഇട്ട് ഇനി നമുക്കിതൊന്ന് തയ്ക്കാം. ഗുണനം പോലെ അടിച്ചോണം, അല്ലെങ്കിൽ തയ്യൽ ഇളകി തയ്യൽ വിട്ടുപോകും.
പോകുമ്പോൾ പഠിക്കാം. ഈ എലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞ് ഇനി എന്താ ഇതിൻ്റെ ഈ ഉടുമ്പ് കൂടെ തയ്ച്ചെടുക്കാം. പാൻറ് റെഡി ആയിട്ടുണ്ട്. തയ്ച്ചിടാം. നമ്മളെ എലാസ്റ്റിക് പാൻറ് റെഡിയായി. ഇങ്ങനെയാണ് എലാസ്റ്റിക് പാൻറ് തയ്ക്കേണ്ടത്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.